ഹായ് ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6th സെമിസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ ട്രാക്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് തേർഡ് പാർട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് റോബിൻ ഡേവിഡ്സണ് അവളുടെ ഡെസേർട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ക്യാമൽസിനെ അന്വേഷിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവളിപ്പോൾ വർക്ക് ചെയ്യുന്ന പബ്ബിൽ നിന്ന് അവൾ അറിയും 3 മെയിൻ ക്യാമൽമെൻ ആണ് ടൗണിലുള്ളത് എന്ന്. അങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു യങ് ജിയോളജിസ്റ്റിൻ്റെ കൂടെ അവൾ യാത്ര തിരിക്കുകയാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഗോ ത്രൂ നെക്സ്റ്റ് പാരഗ്രാഫ്. The minute I saw Salai Mahomet, it was apparent to me that he knew exactly what he was doing. He exuded the bandy-legged, top-handling confidence of a man long accustomed to dealing with animals. He was fixing some odd-looking saddles near a dusty yard filled with these strange beasts. അപ്പോൾ ഫസ്റ്റിലെ ക്യാമൽമാനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി സലായ് മഹോമത്ത് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ അവർ പറയുന്നത് ഇയാളുടെ അടുത്ത് എത്തിയ സമയത്ത് ഇയാൾ ആ ഒരു ആനിമൽസിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസിലുള്ള ഒരാളാണ്. ബാൻഡി ലെഗ് എന്ന് പറയുന്നുണ്ട്. ബാൻഡി ലെഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കേർഡ് ലെഗുള്ള ഒരാളാണ്. ആനിമൽസിനൊക്കെ ഡീൽ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പോലെ. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡസ്റ്റി യാർഡാണത്. യാർഡിൽ ഇങ്ങനെ കുറേ ബീസ്റ്റുകളുണ്ട്, കുറേ ആനിമൽസ് ഉണ്ട്. അപ്പം അവിടെ ഇയാൾ സാഡിൽസ് എവിടെയോ ഒന്ന് ഫിക്സ് ചെയ്യുകയാണ് ഇയാളെ മീറ്റ് ചെയ്യാൻ പോയ സമയത്ത്. സാഡിൽസ് എന്ന് പറയുന്നത് ആനിമൽസിൻ്റെ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സീറ്റ് പോലെയുള്ളത്. അപ്പോൾ അത് എവിടേക്കോ ഒന്ന് ഫിക്സ് ചെയ്യുകയാണ്. ഒരു ഓഡ് ലുക്കിംഗ് സാഡിൽസ് ആണെന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു ഡിഫറെൻറ്റ് ലുക്കിംഗ് ആണ്. ഓക്കെ, യെസ്, വാട്ട് കൻ ഐ ഡു ഫോർ യു? അപ്പം സലായ് മഹോമത്ത് എന്താ ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുമ്പം റോബിൻ ഡേവിഡ്സൺ പറയുകയാണ്, "Good morning, Mr. Mahomet," I said confidently. "My name's Robin Davidson and I've been planning this trip you see into the central desert and I want to get 3 wild camels and train them for it. And I was wondering if you might be able to help me." Salai glared at me from under bushy white eyebrows. "And I suppose you think you'll make it too." അങ്ങനെ സലായ് മഹോമത്ത് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ പേര് റോബിൻ ഡേവിഡ്സൺ ആണ്. ഇവർക്ക് ഇങ്ങനെ ഡെസേർട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 3 വൈൽഡ് ക്യാമൽസിനെ വേണം, അവർ ട്രെയിൻ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പം ഇയാളതൊരു പുച്ഛഭാവത്തോടു കൂടിയാണ് എടുക്കുന്നത്. ഇയാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, "ആൻഡ് ഐ സപ്പോസ് യു തിങ്ക് യുൽ മേക്ക് ഇറ്റ് ടു." അത് നിങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറയാണ്. "ഐ ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട്, ഷഫിൾഡ് മൈ ഫീറ്റ് ആൻഡ് മംബിൾഡ് സംതിങ് ഡിഫെൻസീവ്. വാട്ട് ഡു യു നോ അബൌട്ട് ക്യാമൽസ് ദെൻ?" ഇവളുടെ ഈ ഒരു ഐഡിയക്ക് ഇയാളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലെ. അപ്പോൾ ഇവളിങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇയാൾ വീണ്ടും ചോദിക്കുകയാണ്, "വാട്ട് ഡു യു നോ അബൌട്ട് ക്യാമൽസ് ദെൻ?" ക്യാമൽസിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് അറിയാമെന്ന്. "വെൽ, നത്തിങ് റിയലി. ഇറ്റ് മീൻ ദാറ്റ് ദീസ് ആർ ദ ഫസ്റ്റ് വൺസ് ഐ ഹവ് സീൻ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ബട്ട് റോബിൻ ഡേവിഡ്സൺ ആദ്യമായിട്ടാണ് ക്യാമൽസിനെ കാണുന്നതൊക്കെ. ക്യാമൽസിനെ പരിചരിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളോ ക്യാമൽസിനെ പറ്റിയോ ഡെസേർട്ടിനെ പറ്റിയോ ഒന്നും അറിയുന്ന ആളോ ഒന്നുമല്ല. പക്ഷെ അവളുടെ ഒരു ആഗ്രഹമാണ് ഡെസേർട്ടിൽ ക്യാമൽസിനെ വെച്ചിട്ട് യാത്ര ചെയ്യുക എന്നുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ അയാൾ ക്യാമൽസിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയുക എന്നൊക്കെ ചോദിക്കുകയാണ്. "ആൻഡ് വാട്ട് ഡു യു നോ അബൌട്ട് ഡെസേർട്സിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയുക എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ ആകെ ഡെസ്പാക്കും. "It was painfully obvious from my silence that I knew very little about anything." അവൾ പറയുകയാണ്, അവളുടെ ആ ഒരു സൈലൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൾക്ക് ക്യാമലിനെ പറ്റിയോ ഡെസേർട്ടിനെ പറ്റിയോ അങ്ങനെ വിവരമൊന്നും ഇല്ല എന്നുള്ളത്. Salai said he was sorry. He didn't think Lai could help me and turned about his business. My cockiness faded. This was going to be harder than I thought, but then it was the only first day. അങ്ങനെ സലായ് മഹോമത്ത് സോറി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ കാര്യങ്ങളിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളുടെ ആകെ ഡള്ളാവും. എന്നിട്ട് ഇവൾ പറയുകയാണ്, ഇവൾക്കറിയാം ഇവളുടെ ഡേയ്സ് എന്ന് പറയുന്നത് ഹാർഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വിചാരിച്ചതിനേക്കാൾ ഹാർഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇത് ഒരു ഫസ്റ്റ് ഡേ മാത്രമാണെന്ന് പറയാണ്. "Next, we drove to the tourist place south of town. I met the owner and his wife, a friendly woman who offered me cakes and tea. They looked at one another in silence when I told them of my plan. 'Well, come out here anytime you like,' said the man jovially, "and get to know the animals a bit." He could barely control the smirk on the other side of his face. My intuition in any case told me to stay away. I didn't like him and I was sure the feeling was
mutual. Besides, when I saw how his animals roared and fought, I figured he was probably not the right person to learn from. അങ്ങനെ സലായി മഹോമത്ത് ഇവളെ റിജക്റ്റ് ചെയ്ത സമയത്ത് ഇവൾ മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വേറെ ഒരു ക്യാമൽ ഓണറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു ഓണറിനെയും വൈഫിനെയും പരിചയപ്പെടും. നല്ല വൈഫാണ്. വൈഫ് അവൾക്ക് കേക്ക്സും ടീയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവളുടെ ഒരു പ്ലാൻ അവരോട് പറഞ്ഞ സമയത്ത് അവർ ഓക്കെ ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആനിമൽസിനെയൊക്കെ പറ്റി പഠിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ മുഖത്ത് ഒരു എന്താ പറയുക, ഒരു കളിയാക്കുന്ന ഒരു ചിരിയുണ്ട്. ഹി കുഡ് ബെയർലി കൺട്രോൾ ദി സ്മിർക്ക്. അവർക്ക് ആ ഒരു സ്മിർക്ക് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ചിരിയാണ്, സൈഡിലേക്ക് ചിരിക്കുക. അപ്പോൾ ആ ഒരു ചിരി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവർ തമ്മിൽ എന്തോ അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ല എന്നൊക്കെയുള്ളൊരു ഫീലിംഗ്. പിന്നെ അവിടുത്തെ ആനിമൽസ് ആണെങ്കിൽ വല്ലാണ്ട് റോർ ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ആനിമൽസിൻ്റെ ബിഹേവിയർ കണ്ടപ്പം ഇയാളൊരു നല്ല ആളല്ല, ഇവൾക്ക് പഠിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് അല്ല എന്ന് ഇവൾക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്ത ആളുടെ അടുത്ത് പോവാണ്. ദ ലാസ്റ്റ് ഓഫ് ദ ത്രീ. ആ 3 camel menൽ ലാസ്റ്റ് ആളുടെ അടുത്ത്. ദ പോസൽ പ്ലേസ് was 3 miles north and was owned, according to some of the people in the bar, by a maniac. അപ്പം ആ പബ്ബിൽ വന്നിരുന്ന കുറച്ച് ആൾക്കാർ പറയുന്നത് ആ പോസൽ പ്ലേസ് ഒരു മാനിയാക്ക് ആണ് അതിൻ്റെ ഓണർ എന്ന്, ഒരു മാഡ്നെസ് ഉള്ള ഒരാളാണ് അതിൻ്റെ ഓണർ എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു ആളുടെ അടുത്താണ് ലാസ്റ്റ് ഇവൾ എത്തുന്നത്. My geologist friend dropped me off at the pub, and from there I walked north up the Charles River bed. It was a delight walk under cool and shady trees. അപ്പോൾ ആ ഒരു മാനിയാക്കിൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പം ജിയോളജിസ്റ്റ് ഫ്രണ്ട് ഇവളെ ഒരു പബ്ബിൽ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് ഇവൾ നോർത്തിലേക്ക് നടന്നു പോവുകയാണ്, ചാൾസ് റിവർ ബെഡിലൂടെയൊക്കെ. അത് നല്ലൊരു വാക്കായിരുന്നു, ഒരു കൂൾ ആൻഡ് ഷേഡി ട്രീസിൻ്റെ അടുത്തൂടെ ഉള്ള വാക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. The silence was often broken by packs of camp dogs who raced out with their hackles up to tell me and Diggity to get out of their territory, only to have bottles, cans and curses flung at them by their aboriginal owners, who nonetheless smiled and nodded at us. അപ്പോൾ നല്ല കൂൾ പ്ലേസിലൂടെ ഇവൾ നടക്കുന്ന സമയത്ത് ഇവൾ പറയാണ്, പെട്ടെന്ന് ഡോഗ്സൊക്കെ ഇങ്ങനെ ബാർക്ക് ചെയ്തിട്ട്, പട്ടികളൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ആ ഒരു സൈലൻസ് പോവുകയാണ്. അപ്പോൾ അതൊക്കെ അബോറിജിനൽസിൻ്റേതാണ്, അബോറിജിനൽ ഓണേഴ്സിനെ കണ്ടു എന്നാണ് അവൾ പറയുന്നത്. I arrived at the door of a perfect white cottage set among trees and lawns. It was an Austrian chalet in miniature, beautiful but crazy out there among red boulders and dust devils. The yards were all hand-hewn timber and twisted ropes, the work of a master craftsman. The stables had arcs and geraniums. Not a thing was out of place. Gladys Posel met me at the door, a bird-like woman, middle-aged, with a face that spoke of hardship and worry and unbending will. But there was a suspiciousness in it also. However, she was the first person so far who had not greeted my idea with patronizing disbelief. Or perhaps she just hid it better. Kurt, her husband, was not there, so I arranged to come and see him the next day. അങ്ങനെ ഇവൾ ഒരു വൈറ്റ് കോട്ടേജിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ട്രീസിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു വൈറ്റ് കോട്ടേജ്. അവർ പ്രത്യേക ആർക്കിടെക്ചറാണ്, നല്ല ഭംഗിയുണ്ട് അവിടെ എന്ന് പറയുന്നുണ്ട്. ഗ്ലാഡി പോസൽ എന്ന് പറയുന്ന ആൾ അവൾക്ക് ഡോറ് തുറന്ന് കൊടുക്കുകയാണ്. നല്ല ഒരു മിഡിൽ ഏജ്ഡ് വുമൺ. ആ വുമൻ്റെ ഫേസ് കണ്ടാൽ അറിയാം എന്തൊക്കെയോ ഹാർഡ്ഷിപ്സിലും വെറീസിലൂടെയും ആണ് ആ വുമൺ കടന്നു പോകുന്നത് എന്ന് പറയുന്നുണ്ട് റോബിൻ ഡേവിഡ്സൺ. പിന്നെന്താ പറയുന്നത്, റോബിൻ ഡേവിഡ്സൺ അവളുടെ ഈ ഒരു ഐഡിയ, ക്യാമൽസിനെ വെച്ച് ഡെസേർട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞ ഐഡിയ പറഞ്ഞപ്പം ഈ ഒരാൾ മാത്രം, ഈ ലേഡി മാത്രമാണ് ഇതുവരെ അതിൻ്റേതായ രീതിയിൽ എടുത്തത്, അതിനെ ഒരു കളിയാക്കുന്ന രീതിയിൽ, ഒരു നടക്കില്ല എന്ന രീതിയിൽ കാണാതിരുന്നത്. ഇനി അങ്ങനെ ഫീൽ ചെയ്തിട്ടും അത് പുറത്തേക്ക് കാണിക്കാത്തതാണോ എന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, എനിവേ ഈ ഗ്ലാഡി പോസലിൻ്റെ ഹസ്ബൻഡ് കേർട്ടാണ് അവിടുത്തെ ഓണർ. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അവൾ ഹസ്ബൻഡിനെ കാണാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. What do you think of the town so far? She asked. I think it stinks, I replied, and instantly regretted it. The last thing I wanted to do was to set her against me. She smiled for the first time. Well, you might get on all right then. Just remember, they are most mad around here and you have to watch out for
yourself. അങ്ങനെ ഈ ലേഡി ഗ്ലാഡി പോസൽ ഇവളുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ ടൗണിനെ പറ്റി എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പെട്ടെന്ന് ഇറ്റ് സ്റ്റിങ്സ്, ഒരുമാതിരി ഒരു സ്മെല്ലാണെന്നുള്ള രീതിയിൽ ഇറ്റ് സ്റ്റിങ്സ് എന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി. അപ്പം ഈ ലേഡി ആൻസർ കൊടുക്കുകയാണ്, ഓക്കെ അത് നിങ്ങൾക്ക് ശരിയാവുമായിരിക്കും, റെഡി ആയി വരുമായിരിക്കും, ഏതായാലും ഒരു മാഡ് ഏരിയ ആണ് ഇവിടെ, യു ഹാവ് ടു വാച്ച് യുവർ സെൽഫ് എന്ന് പറയുകയാണ്. വാട്ട് അബൌട്ട് ദ ബ്ലാക്സ് ഐ ആസ്ഡ്. അപ്പോൾ ബ്ലാക്സിനെ പറ്റി ചോദിക്കുകയാണ് റോബിൻ ഡേവിഡ്സൺ. The suspiciousness returned. There's nothing damn well wrong with the blacks except what the whites do to them. അപ്പോൾ ബ്ലാക്സിനെ പറ്റി റോബിൻ ഡേവിഡ്സൺ ചോദിക്കുന്ന സമയത്ത് ഗ്ലാഡി പോസ്റ്റൽ പറയാണ് അവർക്ക് ഒരു കുഴപ്പമില്ല, അവരുടെ അടുത്ത് ബ്ലാക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, nothing wrong with the blacks except what the whites do to them. It was my turn to smile. Gladdy, it appeared, was a rebel. The next day, Kurt came out to greet me with as much enthusiasm as his Germanic nature would allow. He was dressed in an immaculate white outfit with an equally crisp white turban. But for his ice blue eyes, he looked like a bearded, wiry Moor. Standing near him was like being close to a fallen power line, all dangerous, crackling energy. He was dark brown, stingy with hands, calloused and outside from work, and he was certainly the most extraordinary individual I have ever laid eyes on. I had barely got out of my name before he had led me to the veranda and begun to tell me exactly how life was to be for the next 8 months, grinning gap-toothed all the while. അങ്ങനെ ഇതിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ കേർട്ടിനെ ഇവൾ മീറ്റ് ചെയ്യാണ്. അപ്പോൾ കേർട്ടിൻ്റെ ആ ഒരു ജർമാനിക് നേച്ചറിനെ പറ്റി പറയുന്നുണ്ട്, വൈറ്റ് ഔട്ട്ഫിറ്റിനെ പറ്റി പറയുന്നുണ്ട്, ഡാർക്ക് ബ്രൗൺ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവളോട് നെയിമൊക്കെ ചോദിച്ച് ഇവളെ കൊണ്ട് വരാന്തയിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ആ വരാന്തയിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവളുടെ അടുത്ത് വരുന്ന 8 months കാര്യങ്ങളൊക്കെ പറയുകയാണ്, അയാളുടെ കൂടെ നിർത്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അയാൾ എന്താ പറഞ്ഞതെന്ന് പറയുകയാണ് ഇനി. Now you will come to work for me here for 8 months and then you will buy one of the camels and I will teach you to train them and you will get 2 wild ones and that will be that. അപ്പം ഇത് ഈ ഒരു സ്ലാങ്ങിലാണ് എഴുതിയത്. ഇങ്ങനെയാണിത് റീഡ് ചെയ്യുക. I have just the animal for you. He has only one eye but that does not matter. He is strong and reliable enough for you. Yeah. അപ്പോൾ വരുന്ന 8 months കേർട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കേർട്ട് ഇവൾക്കൊരു ക്യാമലിനെ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇവൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ക്യാമൽ ഇയാളുടെ കയ്യിലുണ്ട്. ക്യാമൽ ബ്ലൈൻഡ് ആണ്. ആ ക്യാമലിന് ഒരു ഐയേ ഉള്ളൂ. പക്ഷെ അത് പ്രശ്നമല്ല, ഒരു സ്ട്രോങ് ആൻഡ് റിലയബിൾ ആനിമളാണ്. നിങ്ങൾക്ക് അത് മതിയാവും, ആ ക്യാമൽ മതിയാവും എന്ന് പറയാണ്. യെസ് ബട്ട് ഐ സ്റ്റാമേർഡ്. അവളിങ്ങനെ അപ്പം ആകെ ഡൗട്ടാവും. യെസ് ബട്ട് വാട്ട്, അദ്ദേഹം ഷൗട്ട് ചെയ്യാണ്. ഹൗ മച്ച് വിൽ ഹി കോസ്റ്റ്? Yeah, how much will he cost? Yeah, let me see. I give him to you for $1,000. A bargain. അപ്പോൾ ഇതിന് എത്രയാ റേറ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇയാൾ പറയുകയാണ് $1,000 ഞാൻ നിങ്ങൾക്കത് തരാമെന്ന് പറയുകയാണ്. എന്നിട്ട് ബാർഗെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ്, a blind camel for $1,000. I thought to myself, I could buy a bloody elephant for that. That's very nice of you, but you see, Kurt, I have no money. His grin disappeared like greasy water down a plug hole. But I can work at the pub, of course, so. Yeah, that's right, he said. Yeah, you will work at the pub and you will stay here as an apprentice for food and rent beginning tonight, and we will see what you are made of, and so it is all settled. You are a very lucky girl that I do this for you. അപ്പോൾ ഈ ക്യാമലിൻ്റെ റേറ്റ് $1,000 റേറ്റ് പറഞ്ഞ സമയത്ത് ഒരു ബ്ലൈൻഡ് ക്യാമലിന് എന്തിനാ, കണ്ണ് കാണാത്തൊരു ക്യാമലിന് എന്തിനാ ആ ഒരു റേറ്റിന് എലഫൻറ്റിനെ കിട്ടുമെന്നൊക്കെ റോബിൻ ഡേവിഡ്സൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് സോറി എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല എന്നുള്ള രീതിയിൽ കേർട്ടിൻ്റെ അടുത്ത് പറയുമ്പം അവൾ കേർട്ടിൻ്റെ അടുത്ത് പറയും ഞാൻ പബ്ബിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പബ്ബിൽ വർക്ക് ചെയ്യാം, എന്നിട്ട് അവിടെ തന്നെ ഒരു അപ്രൻറ്റീസായിട്ട് സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. I half understood through my dazed incredulity that I was being shanghaied. He led me to my quarters in the stable and went inside to fetch my new camel handler outfit. I climbed into the great swaddling white drapes and perched the ridiculous turban over my pale hairs and eyes. I looked like a schizophrenic baker. I laughed helplessly at the mirror.
അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ റോബിൻ ഡേവിൻസൺ പറയുന്നത് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവൾ ഷാങ്ങൈഡ് ആവുകയാണെന്ന്. ഷാങ്ങൈഡ് മീൻസ് അവൾ ട്രിക്ക് ചെയ്യപ്പെടുകയാണ്, ഓക്കെ, അവളെ ഒരു പറ്റിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അവൾക്ക് ആ ഒരു ക്യാമലിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഔട്ട്ഫിറ്റൊക്കെ കൊടുക്കുകയാണ്, ഒരു വൈറ്റ് ഔട്ട്ഫിറ്റ്. അത് ഇട്ടിട്ട് അവൾ തന്നെ അവളെ മിററിൽ നോക്കിയിട്ട് അവൾ പറയുകയാണ് ഷീ ലുക്ക് ലൈക്ക് എ സ്കിസോഫ്രീനിക് ബേക്കർ. സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഇൽനെസ്സാണ്, ഒരു ഡിസിഷനൊക്കെ എടുക്കാനൊന്നും പറ്റാത്ത ഒരു മെൻ്റൽ പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കിസോഫ്രീനിക് ബേക്കറിൻ്റെ ഒരു ലുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. What is the matter? You too good for it or something? No, no, I assured him. I just never saw myself as an Afghan, that's all. അപ്പം അങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് ഇയാൾ ചോദിക്കുകയാണ്, ചോദിക്കുകയാണ് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഒന്നുമില്ല, ഞാൻ അതിനെ ഒരു അഫ്ഗാനിനെ പോലെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ്. He led me out to the camels for my first lesson. Now you must start from the bottom and work up, he said, handling me a dustpan and broom. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ക്യാമലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഫസ്റ്റ് ലെസൺ ക്യാമൽസിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ പറഞ്ഞു ബോട്ടത്തിൽ നിന്ന് തുടങ്ങണം, താഴെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഡസ്റ്റൊക്കെ വാരുന്ന ഒരു പാത്രവും പിന്നെ ഒരു ബ്രൂമും ചൂലും കൊടുത്തിട്ട് എന്താ പറയുന്നത്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ക്യാമലിൻ്റെ ഷിറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ക്യാമൽസ് ഷിറ്റ് ലൈക്ക് റാബിറ്റ്സ്, neat round little pebbles in copious amounts. Some of it was sitting in the direction of Kurt's pointed finger. It was only then that I realized that on the whole 5 acres I had not seen a scrap of the stuff, not a particle, and considering Kurt had 8 beasts, it was, to say the least, surprising, hoping to impress my new boss with my diligence. I bent down and carefully scraped every bit into the pan and stood up waiting for ഇൻസ്പെക്ഷൻ. അവളുടെ ഫസ്റ്റ് സൈൻ ചെയ്ത് കിട്ടിയ ജോബല്ലേ, അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുക എല്ലായിടത്തും പെബിൾസൊക്കെ നല്ല ക്ലീനാണ്, താഴെയുള്ളത് പെബിൾസാണ്, അതൊക്കെ നല്ല ക്ലീനാണ്. അപ്പോൾ അവളുടെ ഒരു ഫസ്റ്റ് ജോബല്ലേ, അപ്പം ബോസിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും. എന്നിട്ട് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കേട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. സംതിങ് സീം ടു ബി റോങ് വിത്ത് കേട്ട്. ഹിസ് ഐബ്രോസ് വെർ വർക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഹിസ് ഫേസ് ലൈക്ക് ലിഫ്റ്റ്സ്. ഹിസ് സ്കിൻ വാസ് ടേണിംഗ് റെഡ് അണ്ടർ ദ ബ്രൗൺ. ഹി എക്സ്പ്ലോഡഡ് ദെൻ ലൈക്ക് എ വോൾക്കാനോ, ബ്ലാസ്റ്റിംഗ് മീ വിത്ത് ഹിസ് സ്പിറ്റ് ലൈക്ക് ഹോട്ട് ലാവ. വാട്ട് ഇസ് ദാറ്റ്? Confused, I glanced down but could see nothing. I got on my knees but could still see nothing. Kurt threw himself on his knees beside me, and there, hidden under a blade of clipped cuff grass, was the most minuscule ancient morsel of camel shit you could imagine. Clean it up, he screamed. You think this is a bloody holiday or something? I couldn't believe this was happening to me. Shaking, I picked up the microscope flake. It had almost turned to dust over the years, but Kurt was appeased and we continued the rounds of the ranch. അപ്പോൾ കേട്ട് ഇങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കേട്ട് പെട്ടെന്ന് ഷൗട്ട് ചെയ്യാണ്. കേട്ടിൻ്റെ മുഖത്തൊക്കെ ദേഷ്യം വരികയാണ്. അപ്പോൾ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏതോ ഒരു പെബിളിൻ്റെ ഇടയ്ക്ക് ഒരു ഇത്തിരി വളരെ ലിറ്റിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരു ക്യാമൽ ഷിറ്റ് ഉണ്ട്, എന്തോ ഡ്രൈ ആയി അത്രയും ഇല്ലാണ്ടായ അത്രയും വെരി ലിറ്റിൽ ക്യാമൽ ഷിറ്റ് ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഷൗട്ട് ചെയ്യും. ആ മൈക്രോസ്കോപ്പിക് ഫ്ലേക്ക് അത്രയും ചെറുതായ സംഭവം അവൾ എടുക്കും, അതും അവൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ കേട്ട് വീണ്ടും ഇങ്ങനെ നോക്കുകയാണ്. I might have thought twice about staying there after this outburst, but it became apparent very quickly that my demon friend was a wizard with camels. I will now once and for all destroy some myth concerning these animals. They are the most intelligent creatures I know, except for dogs, and I would give them an IQ rating roughly equivalent to 8-year-old children. They are affectionate, cheeky, playful, witty, yes witty, self-possessed, patient, hardworking, and endlessly interesting and charming. They are also very difficult to train, being of an essentially undomestic turn of mind as well as extremely bright and perceptive. This is why they have a bad reputation. If handled badly, they can be quite dangerous and definitely recalcitrant. Kurds were neither. They were like great curious puppies, nor do they smell, except what they regurgitate slimy green cud all over you in a fit of pique or fear. I would also say that there are highly sensitive animals easily frightened by bad handlers and easily ruined. They are haughty, ethnocentric, clearly believing that they are God's chosen race, but they are also cowards, and their aristocratic demeanor hides delicate hurts. I was hooked.
അപ്പോൾ ആ ഒരു കേട്ട് അവളടുത്ത് ഷൗട്ട് ചെയ്തപ്പം അവിടുന്ന് അവൾ പോയാലോ എന്ന് ചിന്തിച്ചതാണ്. ശരിക്കും അവൾ പോവേണ്ടതാണ്, പക്ഷെ ആ ഒരു ക്യാമൽസിനെയൊക്കെ ഓർത്തിട്ട് അവൾ അവിടെ നിൽക്കുകയാണ്. നല്ല ക്യാമൽസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമൽസിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറയുകയാണ്. ബെസ്റ്റ് ആനിമൽസ് ആണ്, അവൾ 8 year old ഉള്ള ചൈൽഡിൻ്റെ IQ അതിന് കൊടുക്കും എന്നൊക്കെ പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Kurt proceeded to outline my duties. Shit seemed to be the major problem. I was to follow the animals around all day and pick up the offending stuff. He then told me how he had once had the bright idea of shoving the inflatable rubber inner bladders of footballs up their anuses, but that during the day they had passed them out with a groan. I looked sideways at Kurt. He wasn't joking. അങ്ങനെ കേട്ട് അവൾക്കുള്ള ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അവളുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്യാമലിൻ്റെ ഷിറ്റ് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ കേട്ട് യൂസ് ചെയ്തിരുന്നൊരു ബ്രൈറ്റ് ഐഡിയ ഒക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഷിറ്റ് വരുന്ന ഭാഗത്തേക്ക് എന്തോ ഒരു ഇൻഫ്ലേറ്റബിൾ റബ്ബറോ എന്തോ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ കളക്ട് ചെയ്യുന്നത് പോലെ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം കേട്ട് കാര്യം പറഞ്ഞതാണ്, ജോക്ക് ചെയ്യല്ല എന്ന് പറയുകയാണ് അവൾ. I was also to catch the animals at 4 in the morning, unhobble them and led them home in a long line, nose to tail, ready for saddling. 2 or 3 would be used for the day's work, leading tourists around the oval for $1 a go, while the rest would be kept in the yards. I was to tie the selected 3 to their feed bins, groom them with a broom, ask them to whoosh, then saddle them with the gaudy mock Arabian saddles of Kurt's design. This was to be the best part of my existence for the next 8 months. Kurt threw me right into the thick of things, which did not give me time to be frightened of the animals. Most of the rest of the day was spent keeping his sterile domain scrupulously clean, tidy, and free of weeds. Not a blade of grass dared grow out of place. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ആ ഒരു പ്ലേസൊക്കെ വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ട്. അങ്ങനെ തന്നെ ഇവൾ കീപ്പ് ചെയ്തു. പിന്നെ ഇവളുടെ ഓരോ വർക്ക്സിനെ പറ്റി പറയുകയാണ്. മോർണിംഗിൽ 4 ആകുമ്പം ഇവരെയൊക്കെ അൺഹോബിൾ എന്ന് പറഞ്ഞാൽ അവരുടെ കാലുകളിലൊക്കെ ചെയിനും മറ്റേ ഓരോ സ്ട്രാപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഊരി അവരെയൊക്കെ ഫ്രഷ് ആക്കി എടുത്ത് റെഡിയാക്കി എടുത്ത് അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ആ ക്യാമൽസിൻ്റെ മേലെ ഇരിക്കാനുള്ള സാഡിലൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് അവരെ റെഡിയാക്കി വെക്കുന്നത്. ടൂറിസ്റ്റുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേർപ്പസിന് പോകുന്നതാണ് 2-3 ക്യാമൽസ്. അപ്പോൾ അതിനവരെ റെഡിയാക്കുന്നതായിരുന്നു അവളുടെ ഒരു ഡ്യൂട്ടി. അപ്പോൾ അതായിരുന്നു അവളുടെ ബെസ്റ്റ് പാർട്ട് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു 8 months അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് അതായിരുന്നു. ഓക്കെ, അതൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. That night the boy who had been enough to drive me around town came out to see how I was doing. I informed Kurt that I had a visitor, then took him back to the stables. We sat chatting, watching the iridescent blue and orange glow of late evening. I was exhausted after the day's routine. Kurt had kept me trotting at a brisk scurry from feed shed to camel to yard and back again. I had weeded a garden, trimmed a mile of couch, infested curbing with a pair of scissors, had led countless objectionable tourists around the oval on camel back, and had cleaned, mopped, scrapped and lifted until I thought I would collapse. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ റോബിൻ ഡേവിഡ്സൺ പറയുന്നത് അവളെ ടൗണിലൊക്കെ ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നൊരു ബോയ്, അവളുടെ ഒരു ഫ്രണ്ട് ആ ഒരു ഈവനിങ്ങിൽ അവളുടെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പം ഒരു വിസിറ്റർ ഉണ്ടെന്ന് കേട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് സ്റ്റേബിളിൽ പോയിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് അവൾ. ആ ഒരു സമയത്ത് അവൾ എക്സോസ്റ്റഡ് ആണ്, അവളുടെ ആ ഒരു ഡ്യൂട്ടീൻ്റെ ഹെവിനെസ് ഒക്കെ പറയുകയാണ്. അപ്പോൾ അവൾ എന്തൊക്കെ വർക്ക് ചെയ്തു എന്ന് പറയുകയാണ്. ഐ ഹാഡ് വീഡഡ് എ ഗാർഡൻസിലെ വീടൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു വീട് പോലും ഉണ്ടാകാൻ പറ്റില്ല, അത്രയും നീറ്റായിരിക്കണം. കളകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് trimmed a mile of coach, invested curbing with a pair of scissors, had led countless objectionable tourists around the oval on the camel back, and cleaned, mopped, scrapped and lifted until I thought I would collapse. അവൾ കൊളാപ്സ് ആവുന്നത് വരെ ടൂറിസ്റ്റുകളുടെ ക്യാമലിൻ്റെ പുറത്തൊക്കെ കൊണ്ടുപോയി. അങ്ങനെ അവൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ടയേർഡാണെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പം നല്ല ടയേർഡായി നിൽക്കുന്ന സമയം ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് റിലാക്സ് ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ്. The pace had not slackened for a minute, and all the while Kurt had been scrutinizing me and my work. അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടും കേട്ട് എല്ലാ സമയത്തും അവളുടെ വർക്കിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാണ്, ക്രോസ് ചെക്ക് ചെയ്യാണ്. Alternately muttering that I might turn out all right and screaming abuse at me in front of bewildered and embarrassed tourists. ഈ ടൂറിസ്റ്റുകളുടെ ഇടയിൽ നിന്നൊക്കെ കേട്ട് അവളോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്.
While I was working, I was too preoccupied to think whether I would be able to stand such treatment for 8 months. But as I talked to my young friend, all the anger that I felt towards the man was bubbling away deep down inside. അപ്പോൾ ഈ കേട്ടിൻ്റെ അടുത്തുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാണ് ഈ ബോയിൻ്റെ അടുത്ത്. അവൾ ഓരോ ടൈം അവൾ ആലോചിക്കുന്നുണ്ട് എങ്ങനെ അവിടെ 8 months എങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞു പോകുന്നുള്ളത്. Arrogant prick, I thought. Miserable, tight, obsessional, winging little creep. I hated myself for my infernal cowardice in dealing with people. It is such a female syndrome, so much the weakness of animals who have always been prey. I had not been aggressive enough or stood up to him enough, and now this impotent, internal, angry stuttering. Suddenly, Kurt appeared around the corner, and a partition in white taking giant strides. I could feel his fury before he reached and stood up to face him. He pointed a shaking finger at my friend and hissed through clenched teeth, You get out of here. I don't know who the hell you are. No one is allowed here after dark. You are probably been sent here by Fullerton to spy out my camel saddle designs. അപ്പം ഈ കേട്ട് അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് വരികയാണ്, റോബിൻ ഡേവിഡ്സിൻ്റെ ആ ബോയിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ റോബിൻ ഡേവിഡ്സൺ പറയുന്നുണ്ട്, ആ കേട്ട് വരുന്നത് ഫീൽ ചെയ്തിട്ട് അവൾ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കേട്ട് വന്നിട്ട് ആ ബോയിനെ പോയിൻ്റ് ചെയ്തിട്ട് ഷൗട്ട് ചെയ്യാണ്, ഇപ്പം തന്നെ ഇവിടുന്ന് പുറത്ത് പോകണം, ഗെറ്റ് ഔട്ട്, ഡാർക്ക് ആയതിനു ശേഷം ആരെയും ഇവിടെ അലൗഡ് അല്ല, നിന്നെ ഫുള്ളാട്ടൺ അയച്ചതായിരിക്കും എൻ്റെ ക്യാമൽസിൻ്റെ സാഡിൽ ഡിസൈൻസ് ഒക്കെ സ്പൈ ചെയ്യാൻ. ദെൻ ഹി ഗ്ലേഡ് അറ്റ് മീ. I heard from my own sources that you've already been over there. If you work for me, you don't go near the place, ever. Do you understand? ആദ്യം ബോയിയുടെ അടുത്ത് ഷൗട്ട് ചെയ്തു, വിരൽ ചൂണ്ടിയിട്ട് ഷൗട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഇവളുടെ അടുത്ത് റോബിൻ ഡേവിഡ്സിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യാണ്. അപ്പം അവൾ ആകെ ഒരു ഫുൾ ടയേർഡായി നിൽക്കുകയാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വെച്ച് നിൽക്കുകയാണ്. ആ ടൈമിൽ റോബിൻ ഡേവിഡ്സൺ ബേസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതാണ് ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. And then I burst. Hell had no fury by comparison. My friend had disappeared, eyes bulging into the dark, and I lashed out at Kurt, calling him every name under the sun and screaming that he had a snowflake chance in hell of getting me to do his dirty work again. I'd die first. I stormed into the room in a passionate rage, slamming his precious barn door, the one that had to be handled like glass, and packed my mere possessions. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു, ഇയാളുടെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ട് സണ്ണിന് താഴെയുള്ള സൂര്യന് താഴെയുള്ള എന്തൊക്കെ അയാളെ വിളിക്കാൻ പറ്റുമോ അതൊക്കെ വിളിച്ചിട്ട് ഇവൾ റൂമിലേക്ക് പോവാണ്. ഡോറൊക്കെ ഇവൾ സ്ലാം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഓടി റൂമിലേക്ക് പോയി വാതിലൊക്കെ ആഞ്ഞടിച്ചിട്ട് അവളുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കലും അവളുടെ അടുത്ത് നിന്ന് ഇങ്ങനൊരു പ്രതികരണം കേട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, Kurt was stupefied. He had sized me up wrongly and pushed a sucker too far. The dollar signs faded from his eyes. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഡോളർ സൈനൊക്കെ ഇപ്പോൾ പോയി, അദ്ദേഹം ആകെ എന്തോ ഒരു ഷോക്കിലാണ്. But he was too proud to apologize, and the next morning early I moved into the pub. അപ്പോൾ ഏതായാലും തൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് കേട്ട് അവളുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്ത് സോറി പറഞ്ഞിട്ട് അടുത്ത മോർണിംഗ് തന്നെ അവളെ ഫസ്റ്റ് അവളോട് പറഞ്ഞ ആ ഒരു പബ്ബ് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് ക്യാമലിൻ്റെ ക്ലീനിങ്, ഷീറ്റ് ക്ലീനിങ്, സറൗണ്ടിങ്സ് ക്ലീനിങ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് മാറ്റി അവളെ പബ്ബിലെ ജോലിയിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഈ ട്രാക്സ് എന്ന് പറയുന്ന വർക്കിലെ 4 പാർട്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു പാർട്ടേ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഒരു പബ്ബിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി ക്യാമലിനെ കിട്ടുകയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. താങ്ക് യു.